നമസ്കാരം, കുട്ടപ്പായി വ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റും വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് മരമൊക്കെ പരിചയപ്പെടുത്തി തരാം. വായു, ഇതെന്തുവാണെന്നറിയാമോ? ഇതിൻ്റെ പേര് വന്ന് മിറാക്കിൾ ഫ്രൂട്ടാണ്. മിറാക്കിൾ ഫ്രൂട്ട് എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒരെണ്ണം ഒരു പഴം കഴിച്ചേച്ച് പിന്നെ ഇത് പച്ചയാണ്. ഇത് വെറും പച്ചയാണ്. പിന്നെ ഇത് പഴുത്ത് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് മധുരമില്ലാത്ത പുളിയുള്ള സാധനം തിന്നാലും അങ്ങ് മധുരമാണ്. അപ്പം ഷുഗറുകാർക്കൊക്കെ ഇതിലെ ഒരെണ്ണം കഴിച്ചിട്ട് മധുരമില്ലാത്ത ഏത് ഫ്രൂട്ട്സോ ഏത് ഭക്ഷണമോ കഴിക്കുന്നതിന് അവർക്ക് പ്രശ്നമില്ല, മധുരമായിരിക്കും. അതിനുവേണ്ടി നമ്മൾ പേര് കൊണ്ടുപോയി അവിടുന്ന് വേണ്ടി ഞങ്ങൾ വാങ്ങി വെച്ചതാണ് ഇത്. കുഴപ്പമില്ല, ഞങ്ങളും പുളിയുള്ള സാധനമൊക്കെ ഇലിമ്പിക്കാപ്പുളിയൊക്കെ തിന്നുമ്പോൾ ഞങ്ങളും ഇത് പറിച്ച് തിന്നിട്ടാണ് പുളിയൊക്കെ തിന്നുന്നത്. എൻ്റെ കായൊക്കെ ഉണ്ടായി വരുന്നു, ഒത്തിരി കായ്ക്കും. പിന്നെ ഇതൊന്ന് 2.5 വർഷത്തിൽ ഞങ്ങൾ കായ്ച്ച് ഞങ്ങൾ കായെല്ലാം പറിച്ച് നല്ലതാണ്. വന്ന് ആപ്പിൾ ചാമ്പയായത്. ഇത് കിളിച്ച് വരുന്നേ ഉള്ളൂ. എല്ലാം ഒടിഞ്ഞ് ആട് തിന്ന് ഇപ്പം ഇത് വീണ്ടും കിളിച്ച് വരുന്നു. കാത്തു മാറിക്കേ. ഇത് വന്ന് സാന്തോൾ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്. ഞങ്ങൾ ഇതിന് വന്ന് 4500 രൂപയ്ക്ക് വാങ്ങി നട്ടതാണ്. പക്ഷെ ഇതൊന്ന് ഭയങ്കരമായിട്ട് തന്നെ രണ്ട് പ്രാവശ്യത്തെ പൂത്ത് 2 പ്രാവശ്യം. പക്ഷെങ്കിൽ ഇനിയും കായ അങ്ങോട്ട് പിടിച്ചില്ല. പക്ഷെങ്കിൽ ഇത് നല്ല മധുരമുള്ള ഫ്രൂട്ടാണെന്നാണ് പറഞ്ഞത്. ഇല ഇങ്ങനെ ചുമന്നിരുന്നാൽ നല്ല മധുരമുള്ള ഫ്രൂട്ടാണെന്നാണ് പറയുന്നത്. പിന്നെ ഇതുവരെ കായൊന്നും ഉണ്ടായില്ല. ഇതൊന്നും നല്ല വിലയുള്ള ഫ്രൂട്ടാണ്. 1 കിലോയ്ക്ക് 1500 രൂപയാണ് ആ ഫ്രൂട്ടിനെന്നാണ് പറയുന്നത്. ഭയങ്കര മരമായി, പക്ഷെ കായ്ച്ചില്ല. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് ലവ്ലോലിയാണ്. ഇത് നട്ടതേ ഉള്ളൂ. ഇത് വന്ന് ദന്തപ്പാലയാണ്. ഇത് വന്ന് നമ്മുടെ ത്വക്ക് രോഗങ്ങൾക്കെല്ലാം ഇത് എണ്ണയിലിട്ട് 7 രാവും 7 പകലും വെയിലിൽ വെക്കുമ്പോൾ ഇത് എണ്ണയ്ക്കൊരു കളർ വരും. അത് ത്വക്ക് രോഗമെല്ലാം പോകുമെന്നാണ് പറയുന്നത്. ഞങ്ങൾ നോക്കിയിട്ടുണ്ട്, പോയിട്ടുണ്ട്. ആയുർവേദ ചെടിയായിട്ട് കൂട്ടാം അല്ലേ? ഒരു ആയുർവേദ ചെടിയായിട്ട് കൂട്ടാൻ കുഴപ്പമില്ല. നല്ലതായിട്ട് തലയിൽ ത്വക്ക് രോഗങ്ങൾ വരുന്നതെല്ലാം ഈ എണ്ണ തേച്ചാൽ മതി. ഇനി വായു അടുത്തത് കാണിട്ടാണേ. ഇതിന് വന്ന് ഞങ്ങൾ 1500 രൂപ കൊടുത്ത് മേടിച്ച ഫ്രൂട്ടായത്. പക്ഷെ ഇത് എന്നാ ഫ്രൂട്ടിൻ്റെ പേരങ്ങ് എനിക്കറിയത്തില്ല, മറന്നുപോയി. എന്തോ ഫ്രൂട്ടാണെന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ കൂട്ടുകാരെ. അടുത്ത നമുക്ക് ഈ പ്ലാവ് ഒന്ന് ബഡിൻ്റെ പ്ലാവ് ഞങ്ങൾ മേടിച്ച് വെച്ചതാണ്. പക്ഷേ ഈ പ്ലാവ് ഒന്ന് ചക്കയ്ക്കകത്ത് വന്ന് കുരുവില്ലാത്ത ചക്കയാണെന്ന്. എന്തായാലും കായ്ച്ചില്ല, പ്ലാവ് വലുതായി കായ്ച്ചില്ല. നോക്കാം. സ്റ്റാർ ഫ്രൂട്ടാണ്. ഇതൊന്ന് പിന്നെ നല്ല മധുരമായത്. അങ്ങോട്ട് പഴുത്ത് കഴിഞ്ഞാൽ നല്ല മധുരം. ഞങ്ങളൊന്നും ഇതുകൊണ്ട് ഒരു വെറൈറ്റി ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഉള്ളി പിന്നെ ഇത് പഴുത്ത് ഞങ്ങളങ്ങ് പച്ച തിന്നിട്ടില്ല. കൊണ്ടാകും ഭയങ്കര മധുരമാണ്. അതാണ് വിയറ്റ്നാം മേർലി പ്ലാവ് വാങ്ങിച്ച് വെച്ചതാണ്. അത് റെഡ് കളറാണ് ചക്ക. പക്ഷെ സൂപ്പറായിട്ടുണ്ട് ചക്ക. വരിക്കച്ചക്കയാണ്, നല്ല മധുരമാണ്. പിന്നെ ഇത് 2ാം വർഷമാണ് കായ്ച്ചത്. ഞങ്ങൾ പഴുപ്പിച്ച് ഒരു ചക്ക പഴുപ്പിച്ച് വെട്ടിയിട്ടുണ്ട്. ഇനി ഇത്രയും നിപ്പുണ്ട്. ഇനി ഒരു 10 ചക്കയോളം ഇതിനകത്ത് നിപ്പുണ്ട്. ഇപ്പോൾ ഇത് വിയറ്റ്നാം മേർലി പ്ലാവ് എന്നും പറഞ്ഞ് മേടിച്ചതാ. ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിനകത്ത് ഏതെങ്കിലും ഫ്രൂട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, പേരറിയണമെങ്കിൽ, അത് വാങ്ങിക്കാൻ വേണ്ടിയുള്ള പേരറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പഴുത്തില്ലല്ലേ? ഇത് വന്ന് ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ട് 2.5 വർഷമായി. മൊത്തം പോകും, പിന്നെയും പൂക്കും, മൊത്തം പോകും. പക്ഷെ ഇതിപ്പോ 3ാമത്തെ പൂപ്പായി. മഴയായതുകൊണ്ട് മൊത്തം പൊഴിഞ്ഞു പോയി. പിന്നെ ഇവിടെ കായായില്ല. ഇനി നമുക്ക് വേറെ പോകാം. ഇതുണ്ടല്ലോ, ഇതൊരു ഫ്രൂട്ട് ഞങ്ങൾ വാങ്ങിച്ചു വെച്ചതാ കേട്ടോ. പക്ഷെ ആരെങ്കിലും എന്തോ ഫ്രൂട്ടാന്ന് ചോദിച്ചാൽ പറയുന്നൊരു ഡൗട്ടുണ്ട്. പക്ഷെ ഒരു ഫ്രൂട്ടാണ്, പേരറിയത്തില്ല കേട്ടോ കൂട്ടുകാരെ. പിന്നെ ഉണ്ടമുളകൊക്കെ നിൽക്കുന്നുണ്ടോ? ഉണ്ടമുളക് അത് നിറച്ച് ഉണ്ടമുളകാ കേട്ടോ. വേണ്ടിയവർ പറഞ്ഞാൽ മതി, പറിച്ച് തന്നേക്കാം. നിങ്ങൾ ആർക്ക് വേണേലും
വന്ന് പറിച്ച് യൂസ് ചെയ്യത്തില്ല കേട്ടോ, അത് തന്നെ ഉണ്ടായതാ. ഇനി വാ, ഇത് വന്ന് ഏത്തവാഴയാണ്. ഞങ്ങൾക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് കായ്ക്കാറായി വലുതായി. ഇത് വന്ന് അമ്പഴം, ഇത് അമ്പഴമാണ് കേട്ടോ, എല്ലാം കായ്ച്ച് നെല്ലിലെ കായ്ക്കുന്ന അമ്പഴം. ഇത് ഞങ്ങൾ വാങ്ങിച്ചു കണ്ടോ. അമ്പഴങ്ങ വേണ്ടിയവരെല്ലാം മെസ്സേജ് അയക്കണേ. നമ്മുടെ ഓറഞ്ച്, നമ്മൾ നട്ട ഓറഞ്ചാണ്. പിടിച്ചല്ലേ ഓറഞ്ച്? 2 എണ്ണം ഓറഞ്ച് പിടിച്ചതെന്ന് സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ഞങ്ങൾ വീണ്ടും ഒരു പ്ലാവ് മേടിച്ച് നട്ടിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്തുവാ? ഞങ്ങൾക്ക് പ്ലാവ് ഒത്തിരി മൂടുണ്ട്, 5-6 മൂട് പ്ലാവ് ഞങ്ങൾ മേടിച്ച് നട്ട് കായ്ച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇത് കന്നിമൂല ആയതുകൊണ്ട് ഒരു മൂട് കറയുള്ള മരം വെക്കണമെന്ന് പറഞ്ഞതിന് ഞങ്ങൾ മേടിച്ച് വെച്ചേക്കോ പ്ലാവ്. ഇത് വന്ന് നല്ല വരിക്കച്ചൊക്കെയായി. ഇത് പിന്നെ വന്നിട്ട് ഞങ്ങൾക്ക് വാഴയൊന്നും നടാൻ സ്ഥലമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ഒരു കുഴി അങ്ങോട്ട് എടുത്തിട്ട് പിന്നെ 1 പൂവൻ വാഴയും സെൻറ്ററിൽ ഒരേത്തവാഴ, അങ്ങനെ ഒരു കുഴിയിൽ 4 എണ്ണം വെച്ചാണ് നട്ടേക്കുന്നത്. ഞങ്ങൾക്ക് സ്ഥലമില്ല അതുകൊണ്ട്. പിന്നെ ഒരു മാവ് അവിടെ നട്ടിട്ടുണ്ട്. പിന്നെ ഇതേണ്ട ഈ കടക്കംപുളിയാണ്, തോട്ടുപുളിന്ന് ചിലവര് പറയും. നിങ്ങളുടെ അവിടെ നിങ്ങളുടെ അവിടെ എന്തുവാ പറയാന്ന് വെച്ച് നിങ്ങൾ താഴെ കമന്റ് ചെയ്യും. എത്ര പേർക്ക് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഞങ്ങളുടെ പശുവിന് കൊടുക്കാനുള്ള പുല്ലൊക്കെ ഞങ്ങൾ നട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ പൊടിച്ചെടുക്കുന്നുണ്ട് കണ്ടോ. ഇതാണ് ഞങ്ങളുടെ ഐഡിയ. ഞങ്ങൾ ഇതിനകത്തെല്ലാം ചീനിയെല്ലാം നട്ടേക്കുക ഗൈസ്. ഞങ്ങൾ ചീനി നട്ടേക്കുക ഗൈസ്. ഇതിനകത്തേക്കെല്ലാം ചീനി പുല്ലും ഇതുണ്ടോ ഗൈസ്, ഉണ്ടോ ഗൈസ്? അത് കരിയാപ്പ ഗൈസ്. ഞങ്ങൾ ചീനിയൊക്കെ നട്ടേക്കുന്നുണ്ട് ഗൈസ്. ഈ മാവ് ചാളനെ ചീറ്റുള്ളൂ. പിന്നെ 2.5 വർഷത്തിൽ കായ്ക്കുന്ന പ്ലാവ. പക്ഷെങ്കിൽ ഉണ്ടായിരുന്നു, ഞങ്ങൾ അടത്തി കളഞ്ഞ്. ഇനി 2 എണ്ണം ചുമ്മാ നിർത്തിയേക്കുക. എങ്ങനെ ഉണ്ടെന്ന്, ഇത് ചെറിയ മരം ആയതുകൊണ്ടേ ചക്കയെല്ലാം അടത്തി കളഞ്ഞു ഞങ്ങൾ. ഇത് നോക്കാം കൊള്ളാമോ, എങ്ങനെയുള്ള ചക്കയാണെന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ 2 എണ്ണം കളറായി. പേരയ്ക്കായിക്ക് നല്ലതാണ്. ഇത് ഞങ്ങൾ മേടിച്ച് നട്ടു വെച്ചാൽ കൊള്ളാം, നല്ലതാണ് ഇതെല്ലാം. ഇത് വന്ന് ജാതി മരമാണ്, ജാതിക്കാട മരം. വീടിൻ്റെ മുറ്റത്ത് വെച്ച് വെക്കുക. നിങ്ങളുടെ നാട്ടിൽ എന്തോ പറയുന്നത് വെച്ചാൽ കമന്റ് ചെയ്യുക. ഇതും ജാതിക്ക മരമാണ്. ഇത് വന്ന് പച്ചച്ചിങ്ങൻ വാഴയാണ്, റോബസ്റ്റ. അതും റോബസ്റ്റ ഗൈസ്. ഇതെല്ലാം ഈ ജാൻസി ആൻറ്റി നട്ടതാ. ഇത് മൊത്തം ജാൻസി ആൻറ്റി നട്ടതാ. ഇത് 2 പൂവൻ വാഴയാണ്. ഇത് 2 പൂവൻ വാഴയാണ്. ഇതെല്ലാം ഞാൻ നട്ടതാണ്. എനിക്ക് കഴിഞ്ഞ മാസമാണ് കൈ ഒടിഞ്ഞത്. അതിന് മുന്നേ ഇത് മൊത്തവും ഞാൻ ഒറ്റയ്ക്ക് നട്ടതാണ്. ഈ തെങ്ങും ഇതും എല്ലാം ഞാനാണ് നട്ടത്. കായ്ക്കുന്ന തെങ്ങാണ്, പക്ഷെ അതിനകത്ത് ചെല്ലി വന്ന് ഞാൻ ഈ ഗോമൂത്രം എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. നോക്കാൻ ചെല്ലി പോകും. ഇത് അത് കഴിഞ്ഞിട്ട് മരമായത് ഇലിമ്പിക്കാൻ മരം. എന്താണ് ഇലിമ്പിക്കാൻ മരത്തിൻ്റെ ഇലിമ്പിക്കപ്പുളിയുണ്ട്. മീൻകറിക്കൊക്കെ ഇടുന്നവരുണ്ടല്ലേ? മീൻകറിക്കൊക്കെ മിറാക്കിൾ ഫ്രൂട്ട് തിന്നിട്ട് ഇത് തിന്നാൽ നല്ല മധുരമാണ്. കേട്ടിട്ടുണ്ട്. പിന്നെ വേണ്ട ഇതും ജാതി മരമാണ്. ഇത് ടോട്ടൽ ഇവിടെ എത്ര ജാതി ഉണ്ട്? 2-4 ജാതി മരം. പിന്നെ കാന്താരിയൊക്കെ ഇഷ്ടം പോലെ കൊണ്ട് ഗൈസ്. കാന്താരിയൊക്കെ നല്ല നടത്തുന്നത് നല്ലതാണ്. ഇത് വന്ന് നമ്മുടെ മുടിക്കൊക്കെ എണ്ണ കാച്ചുന്ന നീലയമരി ഗൈസ്. നീലയമരിയൊക്കെ നിങ്ങൾക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ ഞാൻ തന്നേക്കാം കേട്ടോ.
പിന്നെ ഇതും ഈ വിയറ്റ്നാം മേർലി പ്ലാവാ ഇത് കണ്ടില്ലേ, നിറച്ചും ചക്കയാ. ഇത് വന്നിട്ട് നമ്മുടെ സപ്പോട്ടയാ കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ സപ്പോട്ട. എൻ്റെ സപ്പോട്ടയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ടോ? ഉണ്ടോ? സപ്പോട്ടയൊക്കെ ഉണ്ടാക്കി നിൽക്കുന്നുണ്ടോ? സപ്പോട്ടയെല്ലാം ഉണ്ട്, മൊത്തം സപ്പോട്ടയാണ്. ഇത് സപ്പോട്ടയാണ് വാങ്ങിച്ച് വെച്ചാൽ ഞങ്ങൾ ഒത്തിരി കാ പറിച്ച്, നല്ല മധുരമായിരുന്നു. ഒത്തിരി കാ പറിച്ച് നല്ല മധുരമുള്ള. ഓക്കെ. ഇത് നമ്മുടെ ഫേസ്ബുക്കിലെ ഒരാളുടെ വീഡിയോ കണ്ട് ഞാൻ ഓർഡർ ചെയ്ത് മേടിച്ച ചെടിമുരിങ്ങയാണ് ഇത്. ഇത് ഞാൻ മണ്ടയെല്ലാം ഒടിച്ച് കളഞ്ഞ് നിർത്തിയൊക്കെ പൂത്തു, പക്ഷെ കായ്ച്ചിട്ടില്ല. പൂത്തു നട്ടിട്ട് ഇപ്പോൾ ഒരു 5-6 മാസമായി ആയി കാണും. പക്ഷെ പിന്നെ 5-6 അല്ല, 1 വർഷമായി. പക്ഷെങ്കിൽ പൂത്ത് കായ്ച്ചിട്ടില്ല. ഇതോ? ഏത്? ഇതെല്ലാം അതിൻ്റെ കൂടെയുള്ള ചെടിമുരിങ്ങയിലുള്ളതാ, പക്ഷെ ഒന്നും കായ്ച്ചിട്ടില്ല. ഇത് പിന്നെ നമ്മൾ പിന്നെ ചുമന്ന വാഴ നമ്മൾ മേടിച്ച് നട്ടതാണ്. അതും ഞാൻ നട്ടതാണ് ഗൈസ്, എല്ലാം ഞാനാണ് നട്ടത്. ഇതെന്തോന്നറിയാമോ ഗൈസ്? ഇത് വന്ന് അബിയു. അതേത് ഫ്രൂട്ട്? അബിയു? ഗൈസ്, അബിയു എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണിത്. ഇത് പൂത്തു, പക്ഷെങ്കിൽ കായ് ഇനിയും പിടിച്ചിട്ടില്ല. 1-2 പ്രാവശ്യം പൂത്ത്, പക്ഷെ കാ പിടിച്ചിട്ടില്ല കേട്ടോ. ഇത് തടിയലാണ്, പൂ ഇങ്ങനെ മുള പൊട്ടി വരും, പക്ഷെങ്കിൽ ഇനിയും കായ്ച്ചിട്ടില്ല. നമുക്ക് നോക്കാം. ഉണ്ടോ? ഇതേണ്ടേ, അങ്ങനെ മുള പൊട്ടി വരുന്നതേ ഉള്ളൂ. പൂവായിട്ട് വന്ന് പിന്നെ ഈ കായ് ഇനിയുണ്ട്. റെഡി. ഇത് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടാണ്. ഇത് ഫാഷൻ ഫ്രൂട്ട് നല്ല മധുരമാണ് കഴിക്കാൻ. ഇഷ്ടംപോലെ കൊള്ളായിരുന്നു. ഞങ്ങളൊന്നും കാശിനൊന്നും വിറ്റിട്ടില്ല. എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നു. ഞങ്ങൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കും. ഞങ്ങളൊന്നും കാശിനൊന്നും കൊടുത്തിട്ടില്ല. നിറച്ചുമുണ്ട്. പിന്നെ ഇതൊന്ന് പൊട്ടിച്ച് കാണിക്കാമോ? ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇത് കഴിക്കുമ്പോൾ നല്ല മധുരമായിരിക്കും. ഇത് മധുരം തോന്നുന്ന ഫാഷൻ ഫ്രൂട്ടാണ്. കൂട്ടുകാരെ, ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ കുട്ടപ്പായി മോളാതേണ്ട നിൽക്കുന്ന എൻ്റെ കുഞ്ഞിൻ്റെ ചാനലാണ്. എൻ്റെ കുഞ്ഞ് ഇച്ചിരൂടെ ടാലൻ്റ് ആകണം ഇതിനകത്ത് വീഡിയോ ഇടണമെങ്കിൽ. അതുവരെ ഞാനാണ് വീഡിയോ ഇടുന്നത്. നിങ്ങൾ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച്, തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ച് ഞങ്ങൾക്ക് ഒരു പ്രോത്സാഹനം തന്ന് മുന്നോട്ട് പോകണമെന്ന് അപേക്ഷിക്കുന്നു. പിന്നെ ഈ ഞങ്ങളുടെ വീട്ടിലുള്ള ഫ്രൂട്ട്സിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായി വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാം, ഒന്നും പ്രോബ്ലം ഇല്ല. നിങ്ങൾക്ക് ചക്ക വേണോ വന്നാൽ ഞങ്ങൾ തരും. എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സ് വേണം നിങ്ങൾക്ക് വന്ന് ഇവിടുന്ന് കൊണ്ടുപോകാം. അതിന് വേറൊരു ഓപ്ഷനും ഇല്ല. ഇൻസ്റ്റഗ്രാം പേജിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ഇൻസ്റ്റഗ്രാം പേജിൽ മെസ്സേജ് ഇട്ടാൽ മതി. അത് വേറെ ഒന്നുമില്ല. ഇത്രയും എൻ്റെ വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാം വളരെ സന്തോഷം. ആർക്കെങ്കിലും ഈ വീഡിയോ ഫ്രൂട്ട്സ് മനസ്സിലാവാത്തതായിട്ടുണ്ടെങ്കിൽ നിങ്ങളാണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അതിന് റിപ്ലൈ ഞങ്ങൾ തന്നോളാം. പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു.